കുഞ്ഞുനാൾ മുതൽ തന്നെ അച്ഛന്റെയും അമ്മയുടെയും വഴക്ക് കണ്ട് വളർന്ന ലീലയ്ക്ക് വളർന്നു കഴിഞ്ഞപ്പോഴും എല്ലാത്തിനോടും പേടിയായി തുടങ്ങി. ഡയറക്ടർ ആവണമെന്നായിരുന്നു ലീലയുടെ ആഗ്രഹം. അവൾ നന്നായി കഥയും എഴുതുമായിരുന്നു. എന്നാലും ഇതൊന്നും ആരോടും പോയി പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ തന്റെ കരിയറിലും ലൈഫിലും മുന്നോട്ട് പോകാനാവാതെ നിൽക്കുമ്പോഴാണ് സേതു എന്ന സൈക്കോളജിസ്റ്റിനെ അവൾ പരിചയപ്പെടുന്നത്. അവളെ അവളുടെ പേടിയെ മറികടക്കാൻ സഹായിക്കുന്നു. തന്റെ മകൾ ഇത്രയും ഹാപ്പിയായി കാണുന്ന അച്ഛൻ അവളുടെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കാമെന്ന് പറയുന്നതോടെ സേതുവിനെ തനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കണമെന്നും അവൾ അച്ഛനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനും പ്രായത്തിൽ അവളെക്കാൾ മൂത്തതാണെങ്കിലും ശരീരത്തിന്റെ വളർച്ച മുരടിച്ച അവളുടെ മുറച്ചെറുക്കനും സേതുവിനെ ഭീഷണിപ്പെടുത്തി അവളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ആ സമയം സേതുവിന് പ്രിയ എന്നൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. അവൻ അവളെ കണ്ടിട്ടില്ല, ഫോണിലൂടെ മാത്രമാണ് അവർ സംസാരിച്ചിരുന്നത്. എന്നാൽ ലീലയുടെ അച്ഛൻ സേതുവിനോട് കല്യാണത്തിന് സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സേതുവിന്റെ അടുത്തേക്ക് ലീല വന്ന് കെട്ടിപ്പിടിച്ച് തന്റെ ഇഷ്ടം പറയുന്നതോടെ അവനും കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട്. അച്ഛനും മുറച്ചെറുക്കനും ഭീഷണിപ്പെടുത്തിയാണ് സേതുവിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്ന് ലീലയ്ക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അവനും തന്നെ ഇഷ്ടമാണെന്നാണ് അവൾ കരുതിയത്. കല്യാണത്തിന് ശേഷം സേതു ശരിക്കും ലീലയെ സ്നേഹിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം വളരെ സന്തോഷത്തിൽ പോവുകയായിരുന്നു. പക്ഷെ ജോലി തിരക്കൊക്കെ ആയി ലീല സേതുവിനെ മൈൻഡ് ചെയ്യാതെയാകുന്നു. അവൻ എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ സമയമില്ലെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം തനിക്ക് അത്യാവശ്യമായ കാര്യം പറയാനുണ്ടെന്ന് അവൻ അവളോട് പറയുന്നു. അവൾക്കും എന്തോ പറയാനുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ആദ്യം സേതുവിനോട് പറയുമ്പോൾ അവന് ഈ ബന്ധത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, അവന് ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. കാര്യം തിരക്കുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ ലീലയ്ക്ക് തീരെ ടൈമില്ലെന്നും പിന്നെ പണ്ട് ഇവരുടെ കല്യാണത്തിന് പിന്നിലുണ്ടായ കാര്യങ്ങളൊക്കെ അവൻ അവളോട് പറയുന്നത്. ഇവളുടെ ഈ ജോലി തിരക്കുകൾക്കിടയിൽ ഒറ്റപ്പെട്ട് ഡിപ്രഷനിലായ സേതു ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയിരുന്നു. നിക്കോളോ എന്നാണ് ആ സൈക്കോളജിസ്റ്റിന്റെ പേര്. ആ സ്ത്രീയുമായി അവൻ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. അതുകൊണ്ട് അവന് ഡിവോഴ്സ് വേണമെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവന് വിടാൻ താല്പര്യമില്ലാത്ത ലീലയാകട്ടെ അവൻ പോകാതിരിക്കാനായി അവന് തലക്കടിച്ച് ബാത്റൂമിൽ കെട്ടിയിടുന്നു. ലീല എന്തൊക്കെ പറഞ്ഞിട്ടും സേതു കൺവിൻസ് ആകുന്നുണ്ടായിരുന്നില്ല. അവസാനമായ ഒരു 3 മണിക്കൂർ മാത്രം തന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ലീല അവനോട് ചോദിക്കുന്നുണ്ട്. അവർ പണ്ട് പോയിരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പോകുന്നു. പിന്നീട് തിരികെ വന്ന ബാഗൊക്കെ പാക്ക് ചെയ്ത് സേതു പുറത്തേക്ക് ഇറങ്ങി വക്കീലിന്റെ കയ്യിലുള്ള ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് രാവിലെ ലീലയോടും അത് സൈൻ ചെയ്യിപ്പിക്കാൻ പറയുന്നുണ്ട്. ആ സമയം ലീല അവിടേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ അവൾ തലകറങ്ങി വീഴുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന് അവൻ അറിയുന്നത്. പിന്നീട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രതിസന്ധികളെ അവർ രണ്ടുപേരും ഒരുമിച്ച് നേരിടുന്നു. സേതുവിന്റെ മനസ്സിൽ ലീലയോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിക്കോളോ ആകട്ടെ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ഒന്നാകാൻ നിൽക്കുമ്പോഴാണ് പണ്ട് ഫോണിൽ കൂടി പ്രിയ എന്ന പേരിൽ സേതുവുമായി വിളിച്ച് സംസാരിച്ചിരുന്നത് ലീല തന്നെയാണെന്ന സത്യം അവൾ പറയുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിക്കാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.